എല്ലാവർക്കും മല്ലവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിന്ന ചിന്ന ആസൈ, ഉയര്, അനോമി എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയെ പറ്റിയാണ്. ഇന്ദ്രൻസ്, മധുബാല എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വാരണാസി പശ്ചാത്തലമാക്കി പറഞ്ഞു പോകുന്ന കഥയാണ് ഇത്. ഒരു മനോഹരമായ ബന്ധവും ചെറിയ ആഗ്രഹങ്ങളും പ്രതീക്ഷയുമാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 28-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിന്ന ചിന്ന ആസയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അനോമി എന്ന സിനിമയെ പറ്റിയാണ്. ഭാവനയും റഹ്മാനും പ്രധാന വേഷത്തിലെത്തിയ അനോമി ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സിനിമയാണ്. ഒരു യുവാവിന്റെ ദുരൂഹ നിരോധനത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ അനോമിയുടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് കല്യാണമരം എന്ന സിനിമയെ പറ്റിയാണ്. കല്യാണമരം ഒരു കുടുംബ പ്രേക്ഷണ ലക്ഷ്യമിട്ട ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ ഇപ്പോഴിതാ OTT റിലീസിന് എത്തുകയാണ്. മനോരമ മാക്സ് ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു. ഈ മാസം അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് വാരമായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. കല്യാണമരം ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കാട്ടാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ആന്റണി വർഗീസ് പ്രധാന വേഷത്തിലെത്തിയ കാട്ടാളൻ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലായിരിക്കാം സോണി ലീവിൽ കാട്ടാളന്റെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നാഗബന്ധനം എന്ന സിനിമയെ പറ്റിയാണ്. നാഗബന്ധനം ഇപ്പോഴിതാ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ് നാഗബന്ധനത്തിന്റെ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കോൺ സിറ്റി എന്ന സിനിമയെ പറ്റിയാണ്. ഇത് ഇപ്പോഴിതാ OTT റിലീസ് ചെയ്തിരിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. അർജുൻ ദാസ്, അന്നാബെൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ ഈ ഒരു സിനിമയിൽ എത്തിയിരിക്കുന്നത്. ഒരു ക്രൈം കോമഡി സിനിമയാണ് ഇത്. അടുത്തൊരു അപ്ഡേറ്റ് ഉയര് എന്ന സിനിമയെ പറ്റിയാണ്. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തിയ ഉയര് സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് എത്തുകയാണ്. ഓഗസ്റ്റ് 4-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഉയരിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സീക്രട്ട് ഓഫ് കാലിംഗ എന്ന സിനിമയെ പറ്റിയാണ്. ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ സൺ നെക്സ്റ്റിൽ സീക്രട്ട് ഓഫ് കാലിംഗയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.